ഹലോ ഹായ് അസ്സലാമു അലൈക്കും. നമുക്കൊന്ന് ചിക്കൻ മന്തി ഉണ്ടാക്കട്ടോ. അപ്പോൾ 1 കിലോ അരിയെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 3/4 കിലോ ചിക്കൻ. പിന്നെ അരി വെള്ളത്തിലിട്ടോ. നല്ല അടിപൊളി മന്തി കേട്ടോ. ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ മന്തി കേട്ടോ. അങ്ങനെ ഉണ്ടാക്കാം. പിന്നെ അടുപ്പത്ത് വെള്ളം വെച്ച് തിളച്ചിട്ടേക്ക് നാരങ്ങ ഇട്ടോ. അതിക്ക് ഞാൻ പൊടിയും മല്ലിച്ചപ്പും പട്ട ഗരം മസാല ഇതൊക്കെ ഇട്ടോ. പിന്നെ ഒരു 3/4 കിലോ ചിക്കൻ അതിക്കുള്ള മസാല ഇട്ടോ. മല്ലിപ്പൊടി, മുളകും പൊടി, പിന്നെ ഏലക്കായ്, ചെറിയ ജീരകം, കുരുമുളക്, പുതിന, തക്കാളി 2 തക്കാളി ഇട്ടോ കേട്ടോ. ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കേട്ടോ. പിന്നെ 2 ക്യൂബ് ഏലക്കായ് ഒക്കെ പടയിലിട്ടത് കേട്ടോ. ഒക്കെ പാടെ ഞാൻ മിക്സ് ചെയ്യാം കേട്ടോ ചിക്കനിൽ. അപ്പോൾ കുരുമുളകും പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒക്കെ മിക്സ് ചെയ്ത് പിന്നെ ഒരു 300 സൺഫ്ലവർ ഇട്ടു കേട്ടോ. അത് ഞാൻ ഒന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് അടുപ്പത്ത് വെച്ച് ഒരു തിളച്ചിട്ട് അതിലേക്കൊരു വെല്ലുള്ളി ചെറിയ കട്ട് ചെയ്തുകൊണ്ട് വെച്ചിട്ടോ. തിളച്ച് കുറച്ച് എണ്ണ ഞാൻ ഒഴിവാക്കി വെച്ചിട്ടോ. അതിൻ്റെ അടിയിൽ ഞാൻ ചോറ് വെന്തിട്ട് ചോറ് അങ്ങ് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടേക്കണേ. അതേപോലെ ആയിട്ട് പിന്നെ എനിക്ക് ചോറ് അതിൻ്റെ മുകളിൽ ഇട്ടേക്ക് കേട്ടോ. ഫുള്ളാക്കി പകുതി അയങ്ങാണ്ട് അതിക്ക് ഞാൻ പിന്നെ മാറ്റി വെച്ചതുണ്ടാവില്ലേ നമ്മൾ എണ്ണ ഇതൊക്കെ മാറ്റി വെച്ചിട്ട്. അപ്പോൾ അത് അതിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടി പോരും കേട്ടോ. കുറച്ച് കളറിന് അതിനെ മാറ്റി വെച്ചത്. കൈ കൊണ്ട് ഫോണ് വീഡിയോ എടുക്കണമുണ്ട്, ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളാക്കി അതിക്ക് ഒന്നുകൂടി പിന്നെ മാറ്റി വെച്ച എണ്ണ ഇതൊക്കെ അതിക്ക് പാർന്നു കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി വെച്ചിന് അതും ഒഴിക്കുക കേട്ടോ. ഇവിടെ 4-5 മുളകും അതും വെക്കണ്ടേ. അതിങ്ങനെ കുത്തി വെക്കുക കേട്ടോ. നല്ല അടിപൊളി ഇതാട്ടോ മന്തി കേട്ടത്. ലേശം ഒരു കണൽ ലേശം പാത്രത്തിൽ എടുത്തുകൊണ്ട് അതിക്ക് ലേശം എണ്ണ ഒഴിച്ചുകൊണ്ട് അടച്ചേക്കാം കേട്ടോ. നല്ല പുക വരും. ഒരു 10 മിനിറ്റ് വരെ നമുക്ക് അങ്ങനെ അടച്ചേക്കാം കേട്ടോ. സിമ്മിലാക്കിക്കൊണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുത്ത് നോക്കട്ടോ. അതുപോലെ നല്ല രസം ഉണ്ടാക്കാം. നല്ല സ്മെല്ലൊക്കെ വരാൻ പറ്റും. ആ മുളകൊക്കെ വേറെ കളറായി വരും കേട്ടോ. ഒന്നും ആയിട്ടില്ല, നല്ല സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യണം കേട്ടോ.